ഹായ് നീറ്റ് പി ജി ആസ്പിരൻറ്റ്. നീറ്റ് പി ജി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ റിവിഷൻ സമയത്ത് നമ്മളെ ടൈം എങ്ങനെ ഡിവൈഡ് ചെയ്യണം, റിവിഷൻ നമ്മളെ പ്ലാൻ ആക്കണം, അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് സ്റ്റഡി ചെയ്ത് റിവൈസ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെ നമ്മളെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്കെല്ലാവർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. നമുക്ക് പഠിക്കാനുള്ള വോളിയം അവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമുണ്ട്. ഏതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം എന്നതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ടൈമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ ടൈം നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യണം. ആ ടൈമിലേക്ക് നമ്മളെ പഠനം ഫിറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. എസ്പെഷ്യലി 19 സബ്ജക്റ്റിൽ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ പഠിക്കാനുണ്ടാകുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സബ്ജക്റ്റിലേക്ക് മൂവ് ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പഠനം എപ്പോഴും സ്റ്റക്കായി പോവുക, കംപ്ലീറ്റ്ലി ഡ്രോപ്പായി പോവുക, നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്ര നേരമാണ് ഓരോ സബ്ജക്റ്റ് പഠിക്കേണ്ടതെന്നുള്ളത് പ്രീ ഡിസൈഡ് ചെയ്യുക. ആ ടൈമിലേക്ക് നമ്മളെ പഠനം ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഫോർ ആൻ എക്സാമ്പിൾ, നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ ഫിസിയോളജി കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള പ്ലാൻ അല്ല നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇന്ന് ഞാൻ 1 മണിക്ക് മുന്നേ, അതായത് രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 PM മുന്നായിട്ട് ഫിസിയോളജിൻ്റെ പകുതിയും അനസ്തേഷ്യൻ്റെ ഹാഫും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 12 മണീൻ്റെ മുന്നേ ആയിട്ട് എനിക്ക് ഫിസിയോളജീൻ്റെ കംപ്ലീറ്റ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു പ്ലാനാണ് കീപ്പ് ചെയ്യേണ്ടത്. സോ ആ വരുന്ന 4-5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്താണോ സബ്ജക്റ്റിൽ റീഡ് ചെയ്യാൻ പറ്റുന്നത് ആ സബ്ജക്റ്റ് റീഡ് ചെയ്യാനുള്ള ഒരു പ്രൊപ്പോർഷൻസ് കീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. തിരിച്ചു നിങ്ങൾക്ക് ചെയ്യാം. ഒരു സബ്ജക്റ്റ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 1 hour ഹാഫ് അവറോ ക്വസ്റ്റ്യൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്ത ഏരിയയിൽ നിന്ന് ആ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്ത് തീർക്കുക. വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോവുക, വീണ്ടും ആ ടോപ്പിക് തീർക്കുക എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഹാഫ് ഓഫ് ദ ഡേ ആഫ്റ്റർനൂൺ ഓൺവേർഡ്സ് ഞാൻ ചെയ്യാൻ പോകുന്നത് 2 സബ്ജക്റ്റ് ബിഫോർ നൈറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അത് ഷോർട്ട് സബ്ജക്ട്സ് ആവാം. ഓർത്തോ അനസ്തീഷ്യ, അല്ലെങ്കിൽ ഓർത്തോ ENT, അല്ലെങ്കിൽ ഓർത്തോ ഒഫ്താൽമോളജി ബിഫോർ നൈറ്റ് ഞാൻ റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന കീപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്നെ 1 PM ഓൺവേർഡ്സ് 1 PM to 5 PM എനിക്ക് ENT ഒഫ്താൽമോളജീൻ്റെ ടൈമാണ് എന്ന് ഫിക്സ് ചെയ്യുക. സോ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനും നോട്ട്സ് വായിക്കാനുള്ള ടൈം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അടുത്ത സബ്ജക്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ആദ്യം സബ്ജക്റ്റ് ഫിക്സ് ചെയ്തിട്ട് മുന്നോട്ട് പോകല്ല വേണ്ടി സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ടൈമും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം ഡിവൈഡ് ചെയ്തിട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. സോ ഒരു ഡേയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് നിങ്ങളെ നമ്പർ ഓഫ് സബ്ജക്റ്റ് യു ആർ കവറിങ് ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ യു ആർ പ്ലാനിങ് ടു ഡു ആണ് നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് നിങ്ങളെ റിവിഷൻസ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.